الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് യഥാർത്ഥ മുസ്ലിങ്ങളായി അള്ളാഹുവിനോടും മാതാപിതാക്കളോടും കുടുംബങ്ങളോടും സമൂഹത്തിനോടും രാജ്യത്തിനോടും എല്ലാമുള്ള ബാധ്യതകൾ നിർവഹിച്ച് ജീവിക്കുന്ന ആളുകളായി തീരാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. പിഴവുകളും തെറ്റുകളും മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്. ഇത്തരത്തിലുള്ള പിഴവുകൾ ഇടക്കിടക്ക് ഒന്ന് മാറ്റി ഒഴിവാക്കി ഒന്ന് ഫ്രഷായി തീരാൻ അല്ലാഹു തആല നിശ്ചയിച്ച സമയമാണ് നമ്മുടെ മുമ്പിലേക്ക് അടുത്തു വരുന്നത്. നമ്മൾ കയ്യിലുള്ള എല്ലാ വസ്തുക്കളും, നമ്മളെ വീട്ടുപകരണങ്ങളും, നമ്മൾ ഇടപെടുന്ന എല്ലാ കാര്യത്തിലും ഒന്ന് തിരുത്തലുകൾ നടത്തി നന്നാക്കിയെടുത്ത് ഒരു പുതിയ ജീവനോടെ അവയൊക്കെ കൈകാര്യം ചെയ്യുക എന്നത് സ്വാഭാവികമായി ഉണ്ടാവുന്ന കാര്യമാണല്ലോ. ഇതുപോലെ നമ്മുടെ ആത്മാവിനെയും നമ്മുടെ ജീവനത്തിനെയും ഒന്നുകൂടി മാറ്റിമറിക്കുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ നമ്മുടെ മുന്നിൽ എത്തി നിൽക്കുന്നത്. റമദാൻ ഷഹ്റു തഗ്യീർ ലാ ഷഹ്റു തക്റാർ എന്നാണ് നമ്മുടെ പൂർവികന്മാരായ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. റമദാൻ തഗ്യീറിന്റെ മാസമാണ്, മാറ്റത്തിന്റെ മാസമാണ്, പരിവർത്തനത്തിന്റെ മാസമാണ്. ലാ തക്റാർ, അതൊരു ആവർത്തനത്തിന്റെ മാസമല്ല. അത് ആവർത്തിച്ച് നമ്മൾ വിചാരിച്ചാലും ഇല്ലെങ്കിലും സൂര്യൻ അസ്തമിക്കുകയും ഉദിക്കുകയും മാസങ്ങളും ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും മറിഞ്ഞുകൊണ്ട് വരിക തന്നെ ചെയ്യും. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും മാസം മാറി വരും, ആഴ്ചകൾ മാറി വരും, ദിവസങ്ങൾ പെട്ടെന്ന് മാറി വരും. എന്നാൽ നമ്മൾ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമേ
നമ്മൾ മാറുകയുള്ളൂ, നമ്മിൽ പരിവർത്തനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആ പരിവർത്തനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ റമദാനിനെ ആഗ്രഹിക്കുന്നത്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ എന്ന് ഖുർആൻ ഒരു വിഭാഗം ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഉലൈക? പറഞ്ഞ കൂട്ടർ. അമ്പിയാക്കളെ പറ്റി പറഞ്ഞ്, അതുപോലെ അസ്ഹാബികളെ പറ്റിയും ഹവാരിജുകളെ പറ്റിയും വിശ്വാസികളെയും പറ്റിയെല്ലാം ഖുർആൻ സൂചന നൽകിയിട്ട് പറയുകയാണ്, ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം. അള്ളാഹു ഭൂമിയിൽ നിഅമത്ത് ചെയ്ത ആളുകളാണ് അവർ. ആ കൂട്ടത്തിൽ സമ്പന്നന്മാരുണ്ട്, പരമദരിദ്രന്മാരുണ്ട്, പീഡിപ്പിച്ച് കൊല്ലപ്പെട്ടവരുണ്ട്, എന്നാൽ രാജാക്കളായി വാണു മരിച്ച ആളുകളുമുണ്ട്. അവ മനുഷ്യന്മാരുടെ ബാഹ്യമായ ജാടമോടികളല്ല. അവർക്ക് അള്ളാഹു ചെയ്ത നിഅമത്ത് എന്ന് പറയുന്നത് നല്ല മനുഷ്യരായി ജീവിക്കാനുള്ള അവസരം കിട്ടി. അവർ പിൻ തലമുറക്ക് മാതൃക കാണിച്ചു കൊടുക്കാനുള്ള നല്ല ജീവിതം കാഴ്ചവെച്ചു എന്നതാണ്. അതാണ് ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം. അള്ളാഹു റഹ്മത്തും നിഅമത്തും ഹിദായത്തുമെല്ലാമാകുന്ന നിഅമത്ത് ചെയ്ത ആളുകളാണ് അവർ. ആ കൂട്ടത്തിൽ മിനൻ നബിയ്യീൻ, നബിമാരുണ്ട്, വസ്സദ്ദീഖീൻ, ആ നബിമാരെ അംഗീകരിച്ച് സത്യമായി അംഗീകരിച്ച ആളുകളുണ്ട്, വശുഹദാഇ, കുറച്ചുകൂടി ധീരമായി നബിമാരുടെ മാർഗത്തിൽ ജീവിച്ച രക്തസാക്ഷികളായവരുണ്ട്, വസ്സാലിഹീൻ, ആ നബിമാരുടെ മാർഗത്തിൽ നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുണ്ട്. ആ കൂട്ടത്തിലുള്ള ആളുകൾ റമദാൻ മാസത്തെ പരിവർത്തനത്തിന്റെ മാസമായി പ്രതീക്ഷിച്ചിരുന്നു എന്നാണ്. അവർ ആ തരത്തിലുള്ള മഹാന്മാർ റമദാൻ വരുന്നത് ആവേശത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് ചരിത്രം, ഇസ്ലാമിക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ റമദാനിലേക്ക് ഞങ്ങളുടെ ആയുസ് നീട്ടിത്തരയണമേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന ആ കൂട്ടത്തിലുള്ള മഹാന്മാരായ ആളുകളെ പറ്റി നമുക്ക് ചരിത്രം, ഇസ്ലാമിക ചരിത്രം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം മിമ്പറിലേക്ക് ഖുത്ബക്ക് വേണ്ടി പ്രസംഗിക്കാൻ വേണ്ടി കയറി പോവുകയാണ്. 3 സ്റ്റെപ്പുകളുള്ള ഒരു മിമ്പറായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത്. അദ്ദേഹം 1ാമത്തെ സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ സഹാബിമാര് പ്രസംഗം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കഅന്നമാ അലാ റൂസിഹിം അത്വയ്ർ, അവരുടെ തലയിൽ പക്ഷി ഇരിക്കുന്നത് പോലെയാണ് അവർ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ തലയാട്ടാതെ, അനക്കാതെ, ഇളകാതെ സാഹൂതം പ്രവാചകന്റെ ഉപദേശം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സഹാബിമാരുടെ നിശബ്ദമായ അന്തരീക്ഷത്തിൽ ആ മിമ്പറിലേക്ക് കയറി ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ആമീൻ എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചത് ആരാണ് എന്ന് സഹാബിമാർക്ക് അറിഞ്ഞുകൂടാ. അവർ ഇരുഭാഗത്തേക്കും നോക്കിക്കാണും എന്ത് പ്രാർത്ഥന കേട്ടിട്ടാണ് നബി ആമീൻ പറഞ്ഞതെന്ന്. 2ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറയുന്നത് കേട്ടു. സാധാരണ ഇല്ലാത്ത ഒരു ആമീൻ പറച്ചിൽ. ആരാണ് പ്രാർത്ഥിച്ചതെന്ന് അറിഞ്ഞുകൂടാ. 3ാമത്തെ സ്റ്റെപ്പിലേക്ക് കയറുമ്പോഴും അവിടെ നിന്ന് ആമീൻ എന്ന് പറയുന്നത് കേട്ടു. അവർക്ക് കൗതുകമായി. ചോദിക്കേണ്ട സമയമല്ലല്ലോ. പ്രവാചകന്റെ ഉപദേശങ്ങളെല്ലാം കേട്ട് നമസ്കാരവും കഴിഞ്ഞ് നബി അവരുടെ കൂടെ സാധാരണ പോലെ ഇരിക്കാറുള്ളപ്പോ അവർ ചോദിച്ചു, എന്താണ് നബിയെ 3 വട്ടം നിങ്ങൾ ആമീൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടല്ലോ, എന്തായിരുന്നു സംഭവമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് എന്റെ അടുക്കൽ വന്നു. നിങ്ങൾ ജിബ്രീലിനെ കണ്ടിട്ടില്ല. ജിബ്രീൽ എന്നെ വന്ന് എന്നോട് പറഞ്ഞു, ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ അല്ലാഹു തആല നശിപ്പിക്കട്ടെ. റഹിമ അൻഫു ഫുലാൻ എന്നാണ് ആ പദം ഹദീസിൽ. ഇന്ന മനുഷ്യന്റെ മൂക്ക് തകർന്ന് നശിക്കട്ടെ. ഇത് പറഞ്ഞൊരു പ്രയോഗമാണ്. അവനായിട്ട് മോശമാവട്ടെ എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. മൂക്ക് പൊട്ട എന്നുള്ള അർത്ഥത്തിലല്ല, അതൊരു പ്രയോഗമാണ്. അവനായിട്ട് മോശമായി പോകട്ടെ. റഹിമ അൻഫു ഫുലാൻ. ആരാണ് നബിയെ? ആരെപ്പറ്റിയാണ് ഇങ്ങനെ അല്ലാഹു തആല ജിബ്രീൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, മൻ അദ്റക അബവൈഹി അഹദഹുമ ഔ മൻ അദ്റക അബവൈഹി ഔ അഹദഹുമ. ഒരാളുടെ ജീവിതത്തിൽ അവന്റെ ഉപ്പയും ഉമ്മയും ജീവിച്ചിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ രണ്ടാളൊരാൾ ജീവിച്ചിരിക്കുന്നുണ്ട്,
എന്നിട്ട് ആ മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും പരിചരണങ്ങളും നടത്താതെ അവരെ അവഗണിച്ച് അവർ പറഞ്ഞത് കേൾക്കാതെ അവരുടെ അനിഷ്ടം സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുന്ന ഏതൊരാളും നശിക്കട്ടെ, അവന്റെ മൂക്ക് തകർന്നു പോകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഖുൽ യാ മുഹമ്മദ് ആമീൻ, മുഹമ്മദ് നീ ആമീൻ പറയണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ അതിനാണ് ആമീൻ പറഞ്ഞത്. മാതാപിതാക്കളെ കൊണ്ട് സ്വർഗം നേടാനുള്ള അവസരം കിട്ടിയിട്ടും അവരെ അവഗണിക്കുന്നവർ നശിച്ചു പോകട്ടെ എന്ന് അള്ളാഹു ജിബ്രീലിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ജിബ്രീൽ അത് പ്രാർത്ഥിച്ചു. നബിയാണ് ആമീൻ പറഞ്ഞത്. റൂഹുൽ ഖുദ്സ് മലക്കുകളുടെ നേതാവായ വിശുദ്ധാത്മാവായ ജിബ്രീലാണ് പ്രാർത്ഥിച്ചത്. അഷ്റഫുൽ ഖൽഖ് സൃഷ്ടികളിൽ വെച്ച് അത്യുത്തമനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ പറഞ്ഞത്. അവർ ചെറിയ പ്രാർത്ഥനയില്ല. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇന്ന ആമീൻ പറയാൻ പറഞ്ഞു. ഇന്നാണ് ആരാണത്? മൻ അദ്റക റമളാൻ. ഒരാൾ റമളാനിൽ കഴിഞ്ഞു അയാൾക്ക് ആയുസ് കിട്ടി, റമളാനിനെ അഭിമുഖീകരിക്കാനുള്ള ആയുസ് കിട്ടി. എന്നിട്ടോ ദഖല അലൈഹി റമളാൻ, അവന്റെ ആയുഷ്കാലത്ത് റമളാൻ കൂടി കയറി വന്നു. എന്നിട്ട് ഫലം യുഗ്ഫർ ലഹു, അവന് പുറത്തു കൊടുക്കാൻ അല്ലാഹു തആല പാപങ്ങളൊക്കെ പൊറുക്കേണ്ട സന്ദർഭങ്ങൾ അവൻ ഉണ്ടാക്കിയില്ല. റമളാനിനെ ആദരിച്ചില്ല, റമളാനിൽ പശ്ചാത്തപിച്ചില്ല, റമളാനിൽ ബാധ്യതകൾ തീർത്തില്ല, മനുഷ്യരോടുള്ള പടച്ചവനോടുള്ള ബാധ്യതകൾ തീർത്തില്ല. അങ്ങനെ റമളാൻ സാധാരണ പോലെ കലണ്ടർ മറിച്ചിടുന്നത് പോലെ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ, അങ്ങനെ വന്ന് റമളാൻ തിരിച്ചുപോയ ഒരു മാസം കഴിഞ്ഞു പോയി എന്നല്ലാതെ പാപത്തിൽ നിന്ന് മുക്തമാകാൻ റമളാൻ കൊണ്ട് ഒരാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ റഹിമ അൻഫു ഫുലാൻ, അത്തരം മനുഷ്യന്മാരുടെ മൂക്ക് തകർന്ന് നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഖുൽ യാ മുഹമ്മദ് ആമീൻ, മുഹമ്മദ് ആമീൻ എന്ന് പറയൂ എന്ന്. മൂന്നാമത്തെ ആള് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, ദുഖിർത ഇൻദഹു, പ്രവാചകന്റെ പേര് കേട്ടിട്ട് ഫലം യുസല്ലി അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ സലാത്ത് ചൊല്ലാത്ത, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലൈഹി എന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ, അതല്ലെങ്കിൽ അത്തഹിയാത്തിൽ ചെല്ലാറുള്ള സലാത്ത്, റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലാൻ മടിക്കുന്ന പിശുക്കന്മാര് നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞു. കാരണം റസൂലാണ് ഈ മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാനുള്ള എല്ലാ മാർഗനിർദ്ദേശങ്ങളും പഠിപ്പിച്ചു കൊടുത്തത്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ആ റസൂല് അള്ളാഹുവിന്റെ ദൂതനാണെന്നതിന് ഞാൻ എന്റെ ജീവിതം സാക്ഷിയാണ് എന്നതാണ് ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ്, ഇസ്ലാമിൽ അംഗമാകാനുള്ള രണ്ടാമത്തെ വചനം. ആ റസൂലിന്റെ പേരിൽ സലാത്ത് ചെല്ലാൻ മടിക്കുന്ന ആളുകൾ നശിക്കട്ടെ. എന്നിട്ട് പറഞ്ഞു, ഖുൽ യാ മുഹമ്മദ് ആമീൻ, മുഹമ്മദ് അവർക്ക് വേണ്ടി ആമീൻ പറയുക. സഹോദരങ്ങളെ, ഇത്രമാത്രം ലോകത്ത് ഒരു വലിയ പ്രാർത്ഥന നടന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജിബ്രീൽ പ്രാർത്ഥിച്ചതും മുഹമ്മദ് നബി ആമീൻ പറഞ്ഞതുമായ 3 കാര്യം ഇവിടെ സംഭവിച്ചതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കണമെങ്കിൽ ഈ 3 കാര്യത്തിലും നമുക്ക് ശ്രദ്ധ വേണം. പ്രത്യേകിച്ചും റമദാനിന്റെ മുന്നിൽ പാപം പൊറുക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടാവണമെങ്കിൽ ചില ക്രമീകരണങ്ങൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. സാധാരണ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ചില ക്രമീകരണങ്ങൾ. സാധാരണ റമദാനിനെ 3 തരത്തിലാണ് നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്നത്. എല്ലാ മനുഷ്യരും റമദാനിനെ അഭിമുഖീകരിക്കുന്നത് 3 തരത്തിലാണ്. ഒന്ന്, റമദാൻ വരുന്നുണ്ട് എന്ന ഒരു പ്രത്യേകമായ ഉന്മേഷവും ആവേശവും എന്തെന്നില്ലാത്ത ഒരു പ്രതീക്ഷയുമായി റമദാനിനെ കാത്തിരിക്കുന്നവർ. നമ്മുടെ പൂർവികന്മാരായ ആളുകൾ, അവർക്ക് നമ്മളെപ്പോലെ അറിവുണ്ടായിരുന്നില്ല, അവർ IT വിദഗ്ധരായിരുന്നില്ല, അവർ നമ്മളെപ്പോലെ നല്ല ഭക്ഷണം അവർ കണ്ടിട്ട് പോലും ഓർത്തിട്ട് പോലും ഉണ്ടാവില്ല. നമ്മൾ വസ്ത്രം ധരിക്കുന്ന വസ്ത്രമോ അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്ന വീടുകളുടെയോ 100 അയലത്ത് പോലും എത്താത്ത പാവപ്പെട്ട നമ്മുടെ കാരണവന്മാരുടെ ജീവിതം ഓർക്കുന്ന കുറച്ചെങ്കിലും വയസ്സുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ
മനസ്സിലുണ്ടാകും. റമദാനാകുമ്പോഴേക്ക് വീടുകൾ അടിച്ച് തെളിച്ച് തേച്ച് മുറ്റവും ചുമരും അടിയും തേച്ചു തേമ്പി നന്നാക്കിയെടുക്കുന്ന ഒരു കാലഘട്ടം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. റമദാനാകുമ്പോഴേക്ക് അങ്ങനെ ഒരു ചുരുക്കം വീട്ടിലുള്ള സകല വസ്തുക്കളും കയ്യിലും പാത്രങ്ങളും ചെമ്പും പിന്നെ എല്ലാം കൊണ്ടുപോയി കഴുകിയും തെളിയിച്ച്, അന്നൊക്കെ വെണ്ണീറിട്ട് കഴുകലാണ്. അതേ അന്നുണ്ടായിരുന്നല്ലോ, ഡിറ്റർജന്റ് ആയിരുന്നില്ല. വെണ്ണീറിട്ട് കഴുകി വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ നന്നാക്കി ഒട്ടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അയലിൽ തൂങ്ങിക്കിടക്കുന്ന പായകളും നമസ്കാരക്കുപ്പായങ്ങളും ആവശ്യമില്ലാതെ മടക്കി വെച്ച ചുരുട്ടി വെച്ച ചെറിയ ചെറിയ കൊച്ചു പായകളും പടങ്ങളും വൃത്തിയാക്കി പുഴയിലോ കുളത്തിലോ കിണറ്റിക്കരയിലോ കൊണ്ടുപോയി വൃത്തിയാക്കി വെച്ചിരുന്ന കാരണവന്മാര്, വല്യപ്പന്മാരും വല്യമ്മമാരും നമുക്കുണ്ടായിരുന്നു. റമദാനിലേക്ക് വരുന്നതിന് മുമ്പ് റമദാനിൽ കൂടുതൽ ഇടിക്കാനും പൊടിക്കാനും നെല്ല് കുത്താനും കഴിയില്ല എന്നതുകൊണ്ട് എല്ലാ ഭക്ഷ്യവസ്തുക്കളും നേരത്തെ ഒരുക്കി വെച്ച് മനസ്സൊരുങ്ങി വെച്ചിരുന്ന കാലമുണ്ടായിരുന്നു. തിന്നാനും കുടിക്കാനും മാത്രമായിരുന്നില്ല ആ മനസ്സിന്റെ ഒരുക്കം. നേരെമറിച്ച് അത് ഒരാരാധനയുടെ നാൾ വരികയാണ്, ഇനി എന്നത്തെ പോലെ ആയിക്കൂടാ എന്നുള്ള ഒരു മാനസികമായ മാറ്റം അവരുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, അല്ലാഹുവേ റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ എന്ന പ്രാർത്ഥന അവർക്കുണ്ടായിരുന്നു. ആ നിലക്കുള്ള ഒരു ഒരുക്കം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഭൗതികമായ ഒരുക്കങ്ങൾ നമുക്ക് ആവശ്യമില്ല. എന്നും നമ്മളുടെ പാത്രങ്ങൾ തിളങ്ങുന്നതാണ്, നമ്മുടെ വീടുകൾ തിളക്കമുള്ളതാണ്, നമ്മുടെ വസ്ത്രങ്ങൾ നല്ലതാണ്. നമ്മുടെ വീട്ടിൽ മോശമായിട്ടുള്ളതൊന്നും ഉണ്ടാക്കി വെക്കാൻ ഇല്ല. നമുക്കിനി തേച്ചു മിനുക്കാൻ വീടുകൾ തേച്ചു മിനുക്കേണ്ട കാര്യമായ ആവശ്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യണം. അതായിരുന്നു സലഫു സാലിഹീങ്ങൾ. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ വശുഹദാ എന്ന് പറഞ്ഞിരുന്ന ആളുകളുടെ അവസ്ഥ. മനസ്സിനെ മാറ്റിയെടുക്കാൻ റമദാനിനെ കാത്തിരുന്നിരുന്ന, ആവർത്തനത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി കാത്തിരുന്നിരുന്ന ആളുകൾ നമ്മൾ അങ്ങനെയാവണം. അതാണ്. രണ്ടാമതൊരു വിഭാഗമുണ്ട്. റമദാൻ വരുന്നത് ആകെ കൂടി പ്രയാസമായി. ഇനി റമദാനാണ്, ഇനിയൊരു ചായ കിട്ടൂല, വെള്ളം കിട്ടൂല, ഒന്നിനും പറ്റൂല, ആകെ കൂടി വിഷമമായി റമദാൻ ഒരു ശല്യക്കാരായി വരുന്ന ആളുകൾ. അല്ലാഹു തആല സൂറത്തുൽ അൻആമിൽ പറയുന്നുണ്ട്, ഒരാളെ ഹിദായത്താക്കി ഈമാനോടുകൂടി മരിപ്പിക്കണമെന്ന് അള്ളാഹു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ ഇസ്ലാമും ഈമാനും അതൊരു ആവേശമായി മാറ്റും അല്ലാഹു തആല. അവന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നല്. റമദാൻ, ജുമഅ, നമസ്കാരത്തിന്റെ സമയമായി, ജുമഅയുടെ സമയമായി, അങ്ങനെ അവസരങ്ങളാക്കി ഓരോ അവസരങ്ങളെയും ആത്മാർത്ഥമായി പരലോകത്ത് പ്രതിഫലം കിട്ടുന്ന കർമ്മങ്ങളാക്കി മാറ്റുകയും ഇസ്ലാമിക ജീവിതം ജീവിക്കാൻ ആവേശം കാണിക്കുകയും ചെയ്യും. ചില മനുഷ്യന്മാർക്ക് അവരെ ഹിദായത്തായി ഈമാനോടുകൂടി മരിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചവരാണ്. എന്നാൽ അല്ലാഹു തആല ളലാലത്തിൽ പാപികളായി തോന്നിവാസികളായി മരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഹൃദയത്തിന് ഇടുക്കമുണ്ടാകും. ഇനി നോൽമ്പ് നോൽക്കണം, ഇടങ്ങാറാണത്, പ്രയാസമാണത്. ഇനി പള്ളിയിൽ പോകണം, അതൊരു ബുദ്ധിമുട്ടാണ്. തറാവീഹ് നമസ്കരിക്കണം, അത് എന്നെ കൊണ്ട് കഴിയില്ല. എങ്ങനെയെങ്കിലും വൈകുന്നേരമാക്കാനും നേരം വെളുപ്പിക്കാനുമുള്ള അവസരമാണ് അവൻ കാണുക. അവന് ദീന് അതൊരു പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ദീൻ അവന് കേൾക്കാൻ കഴിയില്ല. പള്ളിയേക്കാളും അങ്ങാടികളിൽ കുത്തിയിരുന്ന് വൈകുന്നേരമാക്കലായിരിക്കും അവന്റെ ഇഷ്ടം. ദാനധർമ്മങ്ങൾ കൊടുത്ത് മനുഷ്യന്റെ പട്ടിണി മാറ്റുന്നതിനേക്കാളും തോന്നിവാസങ്ങൾക്ക് വേണ്ടി ദൂർത്തടിക്കുന്നതായിരിക്കും അവൻ ഇഷ്ടം. റമദാനിന്റെ ഒഴിവ് കാലങ്ങൾ വെറുതെ കളയുന്നതായിരിക്കും ഇഷ്ടം. മുകളിലേക്ക് കയറി പോകുന്നവരും ശ്വാസവായു കിട്ടാതെ ഹൃദയം ഇടുങ്ങിപ്പോയി വിഷമിക്കുന്നവനെ പോലെയായിരിക്കും. ചില ആളുകൾക്ക്
ആരാധനയുടെ നാളുകൾ വരുന്നത്. അതാവരുത് നമ്മൾ. അത് നമ്മുടെ നാശമാണ്. ഈ അലോകത്തല്ലെങ്കിൽ പരലോകത്തെങ്കിലും നമ്മൾ നശിച്ചു പോകും സഹോദരങ്ങളെ. അതുകൊണ്ട് റമദാനിനെ ഇഷ്ടപ്പെട്ട് വരാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനും നമ്മൾ തയ്യാറാവണം. മറ്റൊരു വിഭാഗം ആളുകളുണ്ട്, അവരെ പറ്റിയാണ് ഖുർആനിൽ ഒരു മാറ്റവും അവർക്കില്ല. റമദാനിന്റെ മുമ്പ് അങ്ങാടിയിൽ എത്ര നേരം ഉണ്ടായിരുന്നോ അത്ര നേരം അവർ റമദാനിലുമുണ്ട്. റമദാനിന്റെ മുമ്പ് പള്ളിയിൽ പോകാറില്ലേ? ഇപ്പോഴും പോകാറില്ല. റമദാനിൽ പ്രത്യേകമായി ഒരു മാറ്റവുമില്ലാത്ത, ഒരു പരിവർത്തനവുമില്ലാത്ത വെറും കല്ലുകളെ പോലെ ജീവിക്കുന്ന ആളുകൾ. സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുമിനൂൻ. അവർക്ക് നിങ്ങൾ താക്കീത് കൊടുത്താലും താക്കീത് കൊടുത്തിട്ടില്ലെങ്കിലും സമമാണ് റസൂലേ. അവർ മാറുകയില്ല, അവർ വിശ്വസിക്കുകയില്ല. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. അവരുടെ ഹൃദയത്തിന്മേൽ അല്ലാഹു തആല മുദ്ര വെച്ചിരിക്കുന്നു. അവർക്ക് വിശ്വസിക്കാൻ പോകുന്നില്ല. അവർക്കൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇതാവരുത്. നമ്മൾ മാറ്റണം. പതിവ് ജീവിതത്തിൽ നിന്ന് വേർതിരിയുന്ന ഒരു കാലം നമുക്കുണ്ടാവണം. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ റമദാനിൽ നമ്മൾ നടത്തണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരങ്ങളെ, ഒരു മാറ്റം, മനസ്സുകൊണ്ടുള്ള ഒരു മാറ്റവും കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഒരു ചെറിയ ചേഞ്ച്, അതാണല്ലോ വസ്ത്രത്തിലും വേഷത്തിലും രൂപത്തിലുമൊക്കെ ഒരു ചേഞ്ചിന് ആഗ്രഹിക്കുന്ന കാലത്താണ്. ആ ഒരു ചേഞ്ച് നമ്മുടെ ആത്മാവിനും ഉണ്ടാവണം. അത്താഴം കഴിക്കൽ ഇസ്ലാം നിർബന്ധമായി പറഞ്ഞ ഒരു കാരക്കച്ചുളവുണ്ടെങ്കിലും അത്താഴം കഴിക്കണമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട്. അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ഒരു 50 സൂറത്ത് ഓതുന്ന അത്രയെങ്കിലും പ്രവാചകന്റെ ഇടവേള ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്, നബിയുടെ സുന്നത്തിൽ. അപ്പം സുബഹിക്ക് മുമ്പായി കുറച്ചു മുമ്പുള്ള സമയം മുമ്പെങ്കിലും അത്താഴം എന്തെങ്കിലും ഒന്ന് കഴിച്ച് വേണ്ടെങ്കിലും ഒന്ന് കഴിക്കുക എന്നത് സുന്നത്താണ്. അത്താഴത്തിന്റെയും സുബഹിയുടെയും ഇടയിലുള്ള സമയം ഏറ്റവും കൂടുതൽ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നതാണ് റമദാനിൽ നമ്മൾ ചെയ്യേണ്ട ക്രമീകരണത്തിൽ ഒന്നാമത്തേത്. സുബഹിക്ക് മുമ്പും അത്താഴത്തിന്റെയും ഇടയിലുള്ള ഇസ്തിഗ്ഫാർ വർദ്ധിക്കുക. പിന്നീട് ഫജ്ർ നമസ്കാരം അത് പള്ളിയിൽ നിർവഹിക്കുക. നമുക്ക് കളിയുണ്ടെങ്കിൽ നമുക്ക് പള്ളിയിൽ ആ സമയത്ത് എഴുന്നേറ്റ് പോകാൻ പ്രയാസമില്ല. മാക്സവൻ ഉണ്ടായപ്പോ സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് ആണും പെണ്ണും ഗ്രൗണ്ടിലേക്ക് ഓടിയിരുന്നു. എന്നാൽ ഹയ്യാല സ്വലാത്തി ഹയ്യാലൽ ഫലാഹി എന്ന് പറഞ്ഞപ്പോ ഓടാൻ നമുക്ക് സമയം കിട്ടിയില്ല. എന്താണ് വ്യത്യാസം? ഒന്ന് ദുനിയാവാണ്, മറ്റൊന്ന് ആഖിറമാണ്. നമുക്ക് ആരോഗ്യം നിലനിർത്താനും ശരീരത്തിന്റെ ആയാസം കിട്ടാനും നമുക്ക് നടക്കണം. എന്തിനാണ് നടക്കേണ്ടത്? ശരീരം നന്നാവണം. ആരാ ശരീരത്തിന് ആയാസം തരുന്നത്? പടച്ചവനാണ്. ആ പടച്ചവൻ അവന്റെ പള്ളിയിലേക്ക്, ഏത് പള്ളിയാവട്ടെ, അവിടെ ചെന്ന് 2 റക്അത്ത് സുബഹി ഇമാമോടുകൂടി ജമാഅത്തോടുകൂടി നമസ്കരിക്കാൻ നേരമില്ലാതെ ആരോഗ്യം നോക്കിയാൽ എവിടുന്ന് ആരാണ് ആരോഗ്യം തരുന്നത്? നടത്തമാണോ പടച്ചവനാണോ തീരുമാനിക്കണം. അപ്പോ നമ്മൾ ഫജ്ർ നമസ്കാരം പള്ളിയിലേക്ക് പോകാൻ അതിന് സമയം കണ്ടെത്തണം. ഫജ്ർ നമസ്കരിക്കണം, പ്രാർത്ഥിക്കണം, കുറച്ചൊക്കെ ഖുർആൻ ഓതാൻ നമുക്ക് സാധിക്കണം. അതുപോലെ അദ്കാർ, ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട ദിക്റുകളുണ്ട്, അത് ചെല്ലാൻ നമുക്ക് സാധിക്കണം. അതുപോലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് ദുആ നമസ്കാരമെങ്കിലും
ഫർളല്ലെങ്കിലും പുണ്യകരമായ ദുആ നമസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപേക്ഷ വരുത്തിയിരുന്നില്ല. ദുആ നമസ്കാരമെങ്കിലും നമസ്കരിച്ച് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞതിന് ശേഷം കച്ചവടത്തിനാണെങ്കിലും ഉദ്യോഗത്തിനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഇറങ്ങുമ്പോൾ ഒരു 2 റക്അത്ത് ദുആ നമസ്കാരം നിർവഹിച്ച് ഇറങ്ങുന്ന ഒരു ശീലം തുടങ്ങി വെക്കാൻ നമുക്ക് സാധിക്കും. പകൽ സമയത്ത് നമ്മുടെ തൊഴിലുകളിലേക്ക് പോകണം. നമ്മുടെ തൊഴിലും സതുദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, കന്നുകൂട്ടുകയാണെങ്കിലും വണ്ടി വലിക്കുകയാണെങ്കിലും ഓഫീസിലിരുന്ന് ഉദ്യോഗം നടത്തുകയാണെങ്കിലും ഇബാദത്താണ്, പുണ്യമാണ്, കൂലി കിട്ടുന്നതാണ്. തൊഴിലിൽ വീഴ്ച വരുത്താൻ പാടില്ല, ജോലിയിൽ വീഴ്ച വരുത്താൻ പാടില്ല. പക്ഷേ ആ തൊഴിലിനിടയിലും റമദാനിന്റെ പകലുകൾ കുറച്ചെങ്കിലും ഖുർആൻ ഓതാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. കുറച്ചെങ്കിലും നല്ലത് പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ കാലഘട്ടമാണ്. പഠിക്കാനും മനസ്സിലാക്കാനും ഉള്ള ഏറ്റവും നല്ലത്, ഇസ്ലാമിലെ ഏറ്റവും വലിയ അത്ഭുതകരമായ സംഭവങ്ങൾ ഉണ്ടായതും ത്യാഗങ്ങൾ ഉണ്ടായതും റമദാനിലാണ്. കുട്ടികൾ എന്തൊക്കെയായിരുന്നാലും പഠിച്ചു വളരാൻ ഈ സമയം കണ്ടെത്തണം. നമ്മളും വേണം കുറച്ചൊക്കെ പഠിക്കാൻ. അതുപോലെ ഇഫ്താറിന്റെ മുമ്പുള്ള ആ ഒരു സമയം എല്ലാവരും കടയിൽ നിന്ന്, ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് എത്തുന്നവരോ എത്തിയവരോ ഒരു ഇടവേളയാണ് കുറഞ്ഞ നേരം. ഇഫ്താറിന്റെ മുമ്പുള്ള പ്രാർത്ഥന പ്രത്യേകിച്ചും ഉത്തരം കിട്ടുന്ന സമയമാണ്. റമദാനിന്റെ വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ആ സമയം പ്രത്യേകമായി പ്രാർത്ഥിക്കണം. അതുപോലെ ഇഫ്താർ സായിം, പാവപ്പെട്ട മനുഷ്യന്മാർക്ക് നമ്മൾ ഇഫ്താർ നൽകണം. വലിയ ഇഫ്താർ സംഗമങ്ങൾ നടത്താറുണ്ട്. ഭക്ഷണം ആവശ്യമില്ലാത്ത ആളുകൾക്ക് വേണ്ടി അനാവശ്യമായി ഭക്ഷണം വിളമ്പിക്കൊടുക്കുന്ന ഇഫ്താർ സംഗമങ്ങളെക്കാളും ഒരു നേരം നല്ല ഭക്ഷണം കിട്ടാൻ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർക്ക് ഒരു ഭക്ഷണപ്പൊതിയെങ്കിലും കൊണ്ടുപോയി കൊടുത്തുകൊണ്ട് ഇഫ്താർ നമ്മൾ മേളകളാക്കാതെ അതൊരു ഇബാദത്തുകളാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. രാത്രി തറവാഹി നമസ്കാരം റമദാനിൽ പ്രത്യേകമായി നിർവഹിക്കുന്നതാണ്. 8:30 മണിക്കാണ് ഇവിടെ ഇശാ, നമ്മുടെ പള്ളിയിൽ 8:30 മണിക്ക് ഇശാ നമസ്കാരം തുടങ്ങും. അത് പിന്നെ തുടർന്ന് തറാവീഹ് ഉണ്ടാകും. കുറച്ചു നേരം, ഏകദേശം 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കുന്ന വിധത്തിലാണ്, എല്ലാവർക്കും സൗകര്യമുള്ള വിധത്തിലാണ് നമ്മൾ സംവിധാനിച്ചത്. ഏത് പള്ളിയിലാണെങ്കിലും രാത്രി നമസ്കാരം നമ്മൾ നമസ്കരിക്കണം. ഇനി പള്ളിയിൽ ഒരു ലേശം നേരം, അല്പനേരം ഇരിക്കുകയാണെങ്കിൽ പോലും എഴുത്തിക്കാപ്പ് കുറച്ചു നേരമെങ്കിലും പള്ളിയിൽ ഇരിക്കുമ്പോൾ ഞാൻ അള്ളാഹുവിന്റെ മസ്ജിദിലാണ് എന്ന ഉദ്ദേശത്തോടു കൂടി 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിച്ച് പള്ളിയിൽ കഴിയുന്നത്ര സമയം, അതല്ല രാപ്പകലുകൾ എത്തിക്കാപ്പിരിക്കാൻ കഴിയുമോ അത് നമുക്ക് സാധിക്കും. പിന്നെ ദാനധർമ്മങ്ങൾ, പ്രത്യേകിച്ചും അന്യനാട്ടിൽ നിന്ന് വരുന്ന ആളുകളും നമ്മുടെ നാട്ടുകാരും ധാരാളമായി ആശ്രയിക്കുന്ന കാലഘട്ടമാണ് ദാനധർമ്മങ്ങൾക്ക് ഈ റമദാൻ. നമ്മൾ ദാനധർമ്മങ്ങൾ നിർവഹിക്കണം. ഇതുവരെയുള്ള കാലത്തെക്കാളും കൂടുതൽ കഴിഞ്ഞ് ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അതുപോലെ തന്നെ സക്കാത്ത്, കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ സക്കാത്തിന്റെ ഒരു ഉറുപ്പിക പോലും നമ്മുടെ പോക്കറ്റിൽ ബാക്കിയുണ്ട് എന്ന് വരുന്ന ഒരവസ്ഥ ഇല്ലാതെ അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ നമ്മൾ തീർക്കണം. ഇതൊന്നും നമ്മുടെ പഠനത്തിനോ നമ്മുടെ കച്ചവടത്തിനോ നമ്മുടെ തൊഴിലിനോ തടസ്സമാകാതെ കൂടുതൽ ആവേശം ആ കാര്യത്തിൽ കാണിക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റമദാനിൽ നമ്മൾ ഈ ഒരു തറാവീഹ് നമസ്കാരത്തിനെ പറ്റി പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളതിൽ പങ്കെടുക്കുക. ജമാഅത്ത് നമസ്കാരങ്ങളിൽ എന്ത് തിരക്കുണ്ടെങ്കിലും ആ തിരക്കൊക്കെ നമ്മുടെ ദുനിയാവിനും അള്ളാഹുവിൽ നിന്ന് സഹായം കിട്ടാനുമാണല്ലോ. ആ സഹായം ഒരു ജമാഅത്ത് നമസ്കാരം ഒഴിവാക്കിയിട്ട് പടച്ചവൻ സഹായിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നാം കൃത്യമായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ അത് ബാധ്യതയാണ്. പള്ളിയിൽ വരാൻ പറ്റാത്ത സ്ത്രീകൾ ആണ് ഭൂരിപക്ഷം ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ വീട്ടിലെങ്കിലും നമ്മുടെ മക്കളെയും കൂട്ടി ജമാഅത്ത് നിർവഹിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. സഹോദരങ്ങളെ, പള്ളിഫണ്ട് നമ്മൾ മാസാന്തം പിരിച്ചു വരുന്ന പള്ളിഫണ്ടിന്റെ ദിവസമാണ്. നിങ്ങളെ പ്രത്യേകിച്ച് അതിന് സഹായിക്കുക, അതിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കുക. റമദാനിലെ എല്ലാ വെള്ളിയാഴ്ചകളും നമ്മുടെ ഒരു കൊല്ലം നമുക്ക് നടത്താനുള്ളത് കുറച്ചെങ്കിലും, കാൽഭാഗമെങ്കിലും റമദാനിലാണ് നിങ്ങളൊക്കെ തരുന്നത്.
അതിനും നിങ്ങൾ പ്രത്യേകം ശ്രമിക്കുക. വരിസംഖ്യ കൊടുത്തിട്ടില്ലാത്ത ആളുകൾ അത് പൂർണ്ണമായും കൊടുക്കുക. ഇനി വല്ലവരും ഒരു കൃത്യമായി അവനവനെ കൊണ്ട് കഴിയുന്ന വരിസംഖ്യ തരാൻ പറ്റുമെങ്കിൽ നിങ്ങളത് ചെയ്യുക. അത് ഇവിടെ സമ്പാദ്യമല്ല, നിത്യച്ചെലവിന് പ്രയാസം അനുഭവിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. നമ്മുടെ കൂട്ടത്തിൽ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ധാരാളം ആളുകളുണ്ട്. റമദാനിനെ ആസ്വദിച്ച് പള്ളിയും വീടുമായി കഴിഞ്ഞുകൂടാൻ പറ്റാതെ ആശുപത്രികളിൽ കിടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ശാന്തിയും സമാധാനവും ശിഫയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെല്ലാം എല്ലാ വിഷമങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു തആല മോചിപ്പിച്ചു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്കെല്ലാം മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും ഈ റമദാനിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവരുടെ ലിസ്റ്റിൽ അല്ലാഹു അവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മയും അവരെയും അല്ലാഹു ഇഹത്തിലും പരലോകത്തിലും വിജയിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين.